നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ അടുത്ത ദിവസമായിട്ട് ഇവിടെ പുലിയുടെ ശല്യം വർദ്ധിച്ചതായിട്ട് പറയുന്നു. എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികളിങ്ങനെ കണ്ടു എന്നാണ് പറഞ്ഞത്. നമ്മുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലൊക്കെ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നതായിട്ട് കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ തന്നെ ഫോറസ്റ്റുകാരും എല്ലാവരും വന്ന് നോക്കി. ചുറ്റുവട്ടത്തൊന്നും കണ്ടില്ല. എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും നമ്മൾ അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുറ്റുവട്ടത്തുള്ള കാടൊക്കെ ഇപ്പോൾ വെട്ടിത്തെളിക്കുന്നുണ്ട്. പിന്നെ ഫോറസ്റ്റുകാർ കൂട് സ്ഥാപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം വല്ലാത്തൊരു ആശങ്കയിലാണ്. കാരണം സ്കൂൾ പരിസരത്ത് കണ്ടു എന്നുള്ളത് നമുക്ക് വലിയൊരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിസരത്ത് അനാഥമായി കിടക്കുന്ന ക്വാർട്ടേഴ്സുകളും വലിയൊരു പേടി ഉണ്ടാക്കും. അത് വലിയൊരു പ്രശ്നമാണ്. കുട്ടികൾ ഒഴിഞ്ഞ ക്വാർട്ടേഴ്സിൽ പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. ഒഴിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് ഞങ്ങളെപ്പോഴും ഇറിഗേഷനിലൊക്കെ കത്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു നടപടി ഉണ്ടാകും. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു നടപടി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സ്കൂൾ പരിസരത്തെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റി തുടങ്ങി മലമ്പുഴ. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി സാന്നിധ്യം കണ്ട മലമ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലെയും പരിസര പ്രദേശത്തെയും കുറ്റിക്കാടുകൾ വെട്ടി വൃത്തിയാക്കി തുടങ്ങി. സ്കൂളിൻ്റെ അധീനതയിലുള്ള പ്രദേശം സ്കൂൾ അധികൃതരും തൊട്ടടുത്തായി ജയിൽ ക്വാർട്ടേഴ്സിന് അനുവദിച്ച പ്രദേശം ജയിൽ അധികൃതരുമാണ് വെട്ടിമാറ്റുന്നത്. സ്കൂളിന് മുന്നിലുള്ള പ്രദേശം ഇറിഗേഷൻ വകുപ്പിൻ്റേതാണ്. ഉടൻ വെട്ടിമാറ്റുമെന്നും അധികൃതർ അറിയിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ആശങ്കയിലാണെന്നും പരിസരത്തെ ഒഴിഞ്ഞ ക്വാർട്ടേഴ്സുകൾ പൊന്തക്കാട് പിടിച്ചു കിടക്കുകയാണെന്നും അവ പൊളിച്ചു മാറ്റാൻ അധികൃതർക്ക് കത്തു നൽകിയതായും സ്കൂൾ HM സ്വപ്ന ടീച്ചർ പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിക്കും ബുധനാഴ്ച രാവിലെയും ഉച്ചയ്ക്കും ഈ പ്രദേശത്ത് പുലിയെ കണ്ടിരുന്നു. വനം വകുപ്പ് ഇവിടെ രാത്രിയും പകലും കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറയും വരും ദിവസങ്ങളിൽ കൂട് സ്ഥാപിക്കുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. സ്റ്റേഷൻ്റെ ഭൂമിയിൽ ഉള്ള ക്വാർട്ടേഴ്സുകളുടെ അവസ്ഥ അതീവ ദയനീയമാണ്. ദയനീയമെന്ന് പറഞ്ഞാൽ ഏകദേശം 10-15 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ക്വാർട്ടേഴ്സുകൾ വസിക്കുന്നത്. ബാക്കി എല്ലാ ക്വാർട്ടേഴ്സുകളും അധികൃതർ ആർക്കും അലോട്ട് ചെയ്യാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വന്ന പുലിയുടെ ശല്യം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ്. കാടുകൾ വെട്ടിത്തെളിയിക്കുന്നില്ല. ക്വാർട്ടേഴ്സുകളിലെ ഡോറും മറ്റും തുറന്നു കിടക്കുന്നു. ഏത് തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തുറന്നു കൊടുത്ത ഭൂമികയായിട്ടാണ് മലമ്പുഴയിലെ ഈ ക്വാർട്ടേഴ്സ് ഏരിയ മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള സ്കൂളിൻ്റെ പരിസരത്താണ് കഴിഞ്ഞ ദിവസം പുലി പ്രത്യക്ഷപ്പെടുന്നതും പുലിയെ നമ്മൾ കാണുന്നതും. ഞങ്ങളുടെ മുന്നിൽ കൂടെ, പോലീസ് വണ്ടിയുടെ മുന്നിൽ കൂടെയാണ് പുലി താഴോട്ട് ഇറങ്ങിപ്പോയത്. ഇന്നലത്തെ ദിവസം ഉച്ചയ്ക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾ കൈ കഴുകുന്നതിനിടയിലാണ് പുലിയെ കണ്ടെന്ന് പറയുന്നത്. എന്തായാലും വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പുലി സ്കൂൾ പരിസരത്ത് ഉണ്ടായിട്ട് പോലും അതിനെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ സമയം വരെ നിലനിൽക്കുന്നു. അതുകൊണ്ട് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒട്ടും വിദൂരമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.